2024 റിലീസ് ചെയ്ത ദ എക്സോസിസം എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു സ്റ്റുഡിയോയിലേക്ക് ഏതോ ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ സ്ക്രിപ്റ്റും വായിച്ച് കയറി വരുന്ന ഒരാളെയാണ്. സ്റ്റെയർ കയറി മുകളിലെ നിലയിലെത്തിയ അയാൾ ആ സ്ക്രിപ്റ്റ് വായിച്ച് തീർന്നതും സ്റ്റുഡിയോയിലെ ലൈറ്റ്സൊക്കെ അണയാൻ തുടങ്ങുകയും അടുത്തുള്ള റൂമിൽ നിന്ന് ആരുടെയൊക്കെ ശബ്ദം പുറത്തു വരുന്നതും കേൾക്കാം. പെട്ടെന്ന് തന്നെ കഴുത്തിൽ ആരോ മുറുകെ പിടിക്കുന്ന പോലെ അയാൾ അവിടെ മരിച്ചു വീഴുകയാണ്. അവിടുന്ന് ബ്ലാക്ക് ആയാൽ പിന്നീട് കാണിക്കുന്നത് കഥയിലെ നായകനായിട്ടുള്ള ആന്റണിയെ കാണാനായി അയാളുടെ റൂമിലേക്ക് എത്തുന്ന അദ്ദേഹത്തിൻ്റെ മകളെയാണ്. റൂമിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് വളരെ ഉച്ചത്തിൽ ആന്റണി എന്തൊക്കെയോ ഡയലോഗ് പറയുന്നതാണ്. ആന്റണി ഒരു പഴയ ആക്ടറായിരുന്നു കേട്ടോ, ഇപ്പോൾ ഫീൽഡ് ഔട്ടായി നിൽക്കുക. പിന്നീട് കുമ്പസാര കൂടിനകത്തിരുന്ന് കുമ്പസരിക്കുന്ന ആന്റണിയാണ് കാണിക്കുന്നത്. ആന്റണിയുടെ അമിതമായുള്ള കള്ളുകുടിയും അതിലൂടെ വന്ന പല ദുശീലങ്ങളും കാരണം അയാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടമായി. സ്വന്തം മകളുടെ മുമ്പിൽ താൻ നല്ലൊരു അച്ഛനാണ് എന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആന്റണിയുടെ ആഗ്രഹം. ഒരു പുതിയ സിനിമയിൽ എക്സോസിസം ചെയ്യുന്ന ഫാദറായി അഭിനയിക്കാനുള്ള റോളാണ് ആന്റണിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. തലേ ദിവസം വീട്ടിലെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആന്റണി മകളുമായാണ് അന്ന് സ്റ്റുഡിയോയിലെത്തുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ മരിക്കുന്നത് കാണിച്ചില്ലേ, അത് ഇതേ സ്റ്റുഡിയോയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ആന്റണിയുടെ മകൾ അന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുന്ന സൂസനുമായി കമ്പനിയാകുന്നുണ്ട്. അങ്ങനെ ആന്റണി ഷൂട്ടിന് വേണ്ടി ഒരു ഫാദറിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. പെട്ടെന്ന് ആന്റണിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതാണ് കാണിക്കുന്നത്. ആന്റണി ഒരുപാട് നെർവസ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രി എന്തോ ഒരു ശബ്ദം കേട്ട് ആന്റണിയുടെ റൂമിലേക്ക് അന്ന വരികയാണ്. അവിടെ ആന്റണി എന്തോ കണ്ട് പകച്ചു നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അന്ന വന്ന് വിളിക്കുമ്പോൾ ആന്റണി പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ സീനിൽ ഇട്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടാലുണ്ടല്ലോ നമ്മൾ നല്ലപോലെ ഞെട്ടുവേ. ഞാൻ ശരിക്കും ഞെട്ടി. പിന്നീട് അടുത്ത ദിവസത്തെ ഷൂട്ടിംഗ് സീനുകളാണ് കാണിക്കുന്നത്. ആന്റണിക്ക് ഒരു രീതിയിൽ നല്ലപോലെ കണക്ട് ചെയ്ത് അഭിനയിക്കാൻ കഴിയുന്നില്ല. ഡയറക്ടർ ആകുന്ന രീതിയിലൊക്കെ ആന്റണിയെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്ന സ്റ്റുഡിയോയിലും എന്തൊക്കെയോ നെഗറ്റീവായ സംഭവങ്ങൾ നടക്കുന്നു. ആന്റണി മകളുടെ കൂടെ ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ച് പഠിക്കുകയാണ്. പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ ആന്റണി നെർവസ് ആവുകയും റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് പോവുകയുമാണ്. എന്നാൽ ആന്റണിയുടെ ഒരു ചെരുപ്പ് ആന്റണിയുടെ റൂമിൻ്റെ പുറത്ത് കിടക്കുന്നത് കണ്ട അന്ന ആന്റണിയെ അന്വേഷിച്ച് ആന്റണിയുടെ റൂമിൻ്റെ ബേസ്മെന്റിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ നഗ്നനായി കണ്ണുകൾ വെള്ള നിറത്തിലായി നിൽക്കുന്ന ആന്റണിയാണ് കാണുന്നത്. പിന്നീട് സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്ത് തീർത്ത സീനുകൾ ഇട്ട് നോക്കിയ ഡയറക്ടറിനും ടീമിനും ആന്റണിയുടെ അഭിനയത്തിലുള്ള എന്തൊക്കെയോ അപാകതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എക്സോസിസം ചെയ്യുന്ന മൂവിയാണല്ലോ ഇവർ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കാൻ ശരിക്കുള്ള ഒരു ഫാദറും സ്റ്റുഡിയോയിലുണ്ട്. ഇതിനിടയ്ക്ക് അന്നയും സൂസനും തമ്മിൽ പ്രണയത്തിലാകുന്നുണ്ട്. അന്ന് രാത്രി വീട്ടിൽ തിരികെ എത്തിയ അന്ന കാണുന്നത് ദേഹം മുഴുവൻ ചോരയുമായി തൻ്റെ റൂമിലിരിക്കുന്ന ആന്റണിയെയാണ്. അന്ന കരുതുന്നത് ആന്റണി തൻ്റെ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ആന്റണിക്ക് ഉണ്ടാകുന്നത് എന്നാണ്. അന്ന് ആന്റണി അന്നയുമായി നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നുണ്ട്. ആന്റണി അന്നയെ ഒരു സ്ട്രേഞ്ചറെ പോലെ എന്തൊക്കെയോ വഴക്കുകൾ പറയും, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആന്റണി അല്ല എന്നും പറഞ്ഞാണ് ആന്റണി അവിടെ നിന്നും പോകുന്നത്. അടുത്ത ദിവസം ഷൂട്ടിംഗ് സൈറ്റിൽ തൻ്റെ കാരവാനിലിരിക്കുന്ന ആന്റണിയുടെ കയ്യിലെ മുറിവുകൾ കണ്ട് അന്ന അതിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇന്നലെ രാത്രി ഉണ്ടായതെന്ന് ആന്റണിക്ക് ശരിക്കും ഓർമ്മയില്ല. അന്നയോട് തിരികെ സ്കൂളിലേക്ക് പോകാനും തൻ്റെ കൂടെ അന്ന സേഫ് അല്ല എന്നും ആന്റണി പറയുന്നു. തൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആന്റണിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അന്ന സ്റ്റുഡിയോയിൽ വെച്ച് പരിചയപ്പെട്ട ഫാദറിനെ ചർച്ചിൽ പോയി കാണുകയും ആന്റണിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. പുതിയ സിനിമയുടെ സ്ട്രെസ്സാണ് ആന്റണിയുടെ മാറ്റത്തിന് കാരണമെന്നും ഫാദർ ആന്റണിയോട് സംസാരിക്കാമെന്നും പറയുന്നുണ്ട്. ആന്റണി ലാറ്റിൻ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയത് അന്ന ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്ന് ഫാദറിനെ കേൾപ്പിക്കുന്നുണ്ട്. അന്നയെ അവിടെ നിന്നും ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ട ശേഷം ഫാദർ ആന്റണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബുക്കിൽ നോക്കി മനസ്സിലാക്കുകയും ആന്റണിയെ പൊസസ് ചെയ്ത ഡീമൻ ഏതാണ് എന്ന് സെർച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ ആന്റണി പൊസസ്ഡായ നായികയെ എക്സോസിസം ചെയ്യുന്ന സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ആന്റണിക്ക് ബൈബിൾ വചനങ്ങൾ പറയാനോ നേരെ പെർഫോം ചെയ്യാനോ സാധിക്കുന്നില്ല. കട്ട് പറഞ്ഞ് ഡയറക്ടറും ടീമും ശരിക്കും പറഞ്ഞാൽ തളർന്നിരുന്നു. പിന്നീട് ആന്റണി ബൈബിളും കുരിശുമൊക്കെ അവിടെ വെച്ച് വളരെ വയലൻ്റായി താഴേക്ക് ഇറങ്ങി വരികയും ഫുൾ ടീമിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ശരീരം വളച്ചൊടിച്ച് വളഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ സ്റ്റുഡിയോയിലെ ലൈറ്റ് എല്ലാം ഓഫാവുന്നുണ്ട്. ലൈറ്റ് ഓൺ ആകുമ്പോൾ കാണിക്കുന്നത് ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആന്റണി സ്വന്തം തല ടേബിളിലിട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഷൂട്ടിംഗ് നിർത്തി ആന്റണിയെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. ആന്റണിയുടെ റോൾ ചെയ്യാൻ വേറെ ഒരു കോസ്റ്റാറിനോട് ഡയറക്ടർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സിനിമ നിന്നു പോകാതെ ഇരിക്കാനാണ് ഡയറക്ടർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. രാത്രിയിൽ സ്റ്റുഡിയോയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന ഈ കോസ്റ്റാറിനെ ആന്റണി നൈസായി വന്ന് കൊലപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്.
കോസ്റ്റാർ കൊല്ലപ്പെട്ട കാര്യം സൂസൻ അന്നയെ അറിയിക്കുന്നുണ്ട്. അന്നയും സൂസനും ഇപ്പോൾ അന്നയുടെ റൂമിലാണ് ഉള്ളത്. പെട്ടെന്ന് അന്നയുടെ റൂമിലേക്ക് കയറി വന്ന ആന്റണി ഇവർ രണ്ടുപേരെയും വളരെ ക്രൂരമായി ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം ആന്റണി ആ ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് ചാടുകയാണ്. താഴേക്ക് ചാടിയ ആന്റണി പക്ഷേ അവിടെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അന്നയും സൂസനും ഫാദറും കൂടി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. അവർക്ക് ഉറപ്പുണ്ട് ആന്റണി ഇവിടെ ഉണ്ടാകുമെന്ന്. അന്നയെയും സൂസനെയും അനുഗ്രഹിച്ച ശേഷം ഫാദർ ഒരു കോൾഡ് റൂം സെറ്റിലേക്ക് ആന്റണി അന്വേഷിച്ച് കയറുകയാണ്. പെട്ടെന്ന് ലൈറ്റ്സ് ഓഫ് ആവുകയും അടുത്തുനിന്ന് സൂസനെ കാണാതെ ആകുകയും ചെയ്യുന്നു. ഇവരെ അന്വേഷിച്ച് സ്റ്റുഡിയോയുടെ മുകൾ നിലയിലെത്തിയ അന്നയുടെ മുമ്പിലേക്ക് ഒരു ബൈബിൾ വന്ന് വീഴുകയാണ്. അതെടുത്ത അന്ന കാണുന്നത് ഫ്രീസായി നിൽക്കുന്ന ഫാദറിനെയും സൂസനെയുമാണ്. അന്നയുടെ പുറകിലായി പൊസസ്ഡ് ആയിട്ട് ആന്റണിയും ഉണ്ട്. അന്നയോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞ ആന്റണി അന്ന ബൈബിൾ വായിക്കും തോറും അവളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുകയും അവളുടെ അടുക്കിലേക്ക് വന്ന് അവളെ അന്തരീക്ഷത്തിൽ ഉയർത്തി നിർത്തുകയും ചെയ്യുന്നുണ്ട്. അന്ന കയ്യിലുണ്ടായിരുന്ന ഒരു ക്രോസ് ആന്റണിയുടെ തലയിലേക്ക് വെക്കുമ്പോഴേക്കും ആന്റണി അന്നയെ വിടുന്നുണ്ട്. ഫാദർ ആന്റണിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഡീമനെ സ്വയം ഏറ്റുവാങ്ങുകയാണ്. നിലത്തു വീണ ആന്റണി എങ്ങനെയൊക്കെയോ ബൈബിൾ കയ്യിലെടുത്ത് അത് വായിച്ചു തുടങ്ങുമ്പോഴേക്കും ബൈബിൾ സ്വയം കത്തി നിലത്തു വീഴുകയാണ്. അതിനുശേഷം ആന്റണിയും അന്നയും സൂസണും ഒരുമിച്ച് വളരെ ശക്തമായി തന്നെ പ്രാർത്ഥന ചൊല്ലുകയാണ്. അങ്ങനെ ഫാദറിന്റെ ശരീരത്തിലുള്ള ഡീമൺ ആന്റണിയെ തിരിച്ചാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആന്റണി കുരിശ് വെച്ച് ഫാദറിന്റെ തലയിൽ ആഞ്ഞു കുത്തുകയും പൊസസ്ഡായ ഫാദർ തീ കത്തി നിലത്ത് വീഴുകയും ചെയ്യുന്നു. വീണ്ടും കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസരിക്കുന്ന ആന്റണിയെയും ബീച്ചിൽ തനിച്ചിരിക്കുന്ന അന്നയെയും സംഭവബഹുലമായ നമ്മുടെ സ്റ്റുഡിയോയും കാണിച്ച് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അല്ലപ്പോൾ ഇതെന്തായിരുന്നു ഈ ഡീമിന് വേണ്ടത് അറിയത്തില്ല, എനിക്കറിയത്തില്ല. അടുത്തൊരു നല്ല മൂവിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.